ഇതാണ് നാഗലിംഗപ്പൂവ്. ഇംഗ്ലീഷിൽ കാനോൺ ബോൾ ട്രീ ഫ്ലവർ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ നാഗലിംഗപ്പൂവ് എന്ന് വിളിക്കാൻ കാരണം പറഞ്ഞുതരാം. ഈ പൂവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ശിവലിംഗം മാതിരിയുള്ള ഒരു വസ്തുവുണ്ട്. അതിന് ചുറ്റും ഒരു സർപ്പം ഭണം വിടർത്തി നിൽക്കുന്നത് മാതിരിയായിരിക്കും നമ്മൾക്ക് തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കാനോൺ ബോൾ ട്രീ ഫ്ലവർ അല്ലെങ്കിൽ നാഗലിംഗപ്പൂവ് എന്ന് വിളിക്കുന്നത്. ഈ പൂവ് ശിവഭഗവാന് വളരെയധികം പ്രീതികരമായ ഒരു പൂവാണ്. ഇത് കേരളത്തിലെ അമ്പലങ്ങളിലും അതുപോലെ തന്നെ കാവുകളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു തണൽ വൃക്ഷം പോലെ തന്നെയാണിത്. മാത്രമല്ല പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ല് ഈ പൂവിന് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഏത് സീസണിലും, പ്രത്യേകിച്ച് നമ്മുടെ ഉണക്ക് കാലത്ത്, മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് പുഷ്പങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയം. മാത്രമല്ല ഈ പൂക്കൾ 1 മുതൽ 2 ദിവസം വരെ വാടാതെ നിൽക്കും. ഇതിനെ എങ്ങനെ നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് പിടിപ്പിക്കാം എന്ന് പറയാം. ഈ പൂക്കളിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ചിട്ടാണ് നമ്മൾ പുതിയ നാഗലിംഗപ്പൂവിൻ്റെ മരത്തിനെ സൃഷ്ടിച്ച് എടുക്കുന്നത്. എന്തായാലും നാഗലിംഗപ്പൂവ് വളരെയധികം ഐശ്വര്യം തരുന്ന ഒരു വൃക്ഷമാണെന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പൂവ് വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.